ഏക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിന് നമ്മളിൽ വളരാൻ നമ്മൾ അവസരം കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ഉള്ള തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും വ്യക്തിപരമായി അവൻ്റെ ആന്തരിക തലത്തിൽ ഉണ്ടാവുകയും വ്യക്തിപരമായി ലഭിച്ച വിളിയോട് അവൻ വിശ്വസ്തനാകാൻ പരിശ്രമിക്കുകയും ചെയ്യണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവവിളിയായി നിലനിൽക്കുന്നത് കുടുംബജീവിതം എന്ന ദൈവവിളിയാണ്. ഇന്ന് കുടുംബജീവിതം എന്താണ്, എന്തിനു വേണ്ടിയാണ് അത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുകൊണ്ട് പലപ്പോഴും ഓരോ കുടുംബജീവിതങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവഹിതം നിർവഹിക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ദൈവം എന്തിനാണ് കുടുംബജീവിതം സ്ഥാപിച്ചതെന്ന് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുകയാണ്. എന്തിനാണ് ദൈവം കുടുംബജീവിതം സ്ഥാപിച്ചത്? സത്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നെയ്തെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. എന്താണ് കുടുംബജീവിതം? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇതാ നെയ്തെടുക്കുന്ന, പണിതുയർത്തുന്ന ഒരു കൂട്ടായ്മയാണ് കുടുംബജീവിതം. നമുക്കറിയാം, കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണ്? ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. ദൈവം ഒരു കൂട്ടായ്മയാണ്. ആരൊക്കെയാണ് ഈ കൂട്ടായ്മയിലുള്ളത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണെന്ന് ആദിമ നൂറ്റാണ്ടിൽ ദൈവം സ്ഥാപിച്ച സഭയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടായ്മ സ്ഥാപിച്ചതോടുകൂടി ഇതാ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ഇന്ന് നിലനിൽക്കുന്ന സഭയാകുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി മാറുകയും ചെയ്യാൻ ഇത് കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കുക, ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിൻ്റെ വളർച്ച ആ കൂട്ടായ്മയിൽ സാധ്യമാകും. ഇപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പ്രത്യേകത യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ അവർ ഒന്നായിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, പങ്കുവെക്കപ്പെടുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കവിഞ്ഞൊഴുകാൻ തുടങ്ങും. അപ്പോൾ പിതാവ് തൻ്റെ സ്നേഹം പുത്രന് പങ്കുവെച്ചു കൊടുക്കും. പുത്രൻ തൻ്റെ സ്നേഹം ആർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു? പിതാവിന് കൊടുക്കുന്നു. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലൂടെ പങ്കുവെക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ത്രിത്വിക ദൈവം. അങ്ങനെ ഒരു കൂട്ടായ്മയായ ദൈവം എടുത്ത ഒരു തീരുമാനമാണ് ഈ കൂട്ടായ്മ സ്നേഹം പങ്കുവെക്കണം. അപ്പോൾ സ്നേഹം പങ്കുവെക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വഴിയാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് കൊടുത്തു. അതുകൊണ്ടാണല്ലോ, പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവന് നിലനിൽക്കാൻ സാധിച്ചത്, അവന് സ്നേഹിക്കാൻ സാധിച്ചത്. ഇതാ അവന് ഒരു കൂട്ടാളിയെ വേണമെന്ന് അവൻ ആഗ്രഹിക്കാൻ സാധിച്ചത്, അവന് പങ്കുവെക്കണമെന്നുള്ള തോന്നൽ അവനുണ്ടായത് ദൈവസ്നേഹം അവനിൽ നിറഞ്ഞതുകൊണ്ടാണ്. ദൈവം മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്
മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്താ മനുഷ്യൻ ഏകനായിരുന്നുള്ള കുഴപ്പം? മനുഷ്യൻ ഏകനായിരുന്നാൽ എന്താ പ്രശ്നം? സത്യത്തിൽ ഏകനായിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇന്ന് കുടുംബജീവിതം അനുഭവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ ഭർത്താവിനെ നോക്കണം, മക്കളെ നോക്കണം, അതുപോലെ ചുറ്റുപാടുകളെ നോക്കണം, അങ്ങനെ വേണം ജീവിക്കാൻ. ഇന്നലെ രാത്രി ഞാൻ കാസർഗോഡിന് പോയി, തിരിച്ച് രാവിലെ ഇവിടെ വന്നു. ഇതിനിടയിൽ ഒരു പ്രാവശ്യം പോലും എനിക്ക് ആരെയും ഫോൺ ചെയ്യേണ്ടി വന്നില്ല. കാരണം എന്താ? കൊച്ചിന് അസുഖമാണോ നോക്കണ്ട, ഭാര്യയ്ക്ക് അസുഖമാണോ നോക്കണ്ട, ഒന്നും നമ്മൾ നോക്കണ്ട. കാരണം എന്താ? ഏകനായിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ പല ആളുകളും ചിന്തിക്കുകയാണ്, എങ്ങനെയാണെങ്കിൽ ഇതായിരുന്നല്ലോ നല്ലത്. പ്രിയമുള്ളവരെ, ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ ആ ചുറ്റുപാടുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇതാ മനുഷ്യൻ ഏകനായിരുന്നു കഴിഞ്ഞപ്പോൾ ദൈവം എടുത്തൊരു തീരുമാനമാണ്, ഏകനായിരിക്കുന്നത് നന്നല്ല. കാരണം എന്താ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, പരിശുദ്ധാത്മാവിനെ അവനിലേക്ക് അയച്ചത്, അവനെ വളർത്താൻ ആഗ്രഹിച്ചത് ദൈവത്തെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിറവേറ്റപ്പെടുക എന്നതാണ്. പൗരോഹിത്യമായാലും കുടുംബജീവിതമായാലും ഏത് സഭാജീവിതമായാലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, കൂട്ടായ്മ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്യന്തികമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ സ്ഥലത്തേക്ക് അയച്ചയച്ച് പരിശുദ്ധാത്മാവ് ആ കൂട്ടായ്മയെ നെയ്തെടുത്ത് അവസാനം അവിടെ ദൈവം എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതേ പ്രവൃത്തികൾ അതേപോലെ നിറവേറ്റപ്പെടാൻ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവൻ്റെ ഉള്ളിൽ ഇതാ ദൈവം നിറച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവന് ഒരു പ്രത്യേക ദാഹമുണ്ടായി. എന്താണ്? ഈ സ്നേഹം നിറയുന്ന സ്നേഹം എന്തു ചെയ്യണം? കവിഞ്ഞൊഴുകണം. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് ഇരുന്നാൽ പോരാ, മാമോദീസായിലൂടെ വന്നാൽ പോരാ, അതവിടെ എന്തു ചെയ്യണം? അങ്ങോട്ട് നിറയണം. നിറഞ്ഞ് എന്തായി തീരണം? കവിഞ്ഞൊഴുകാൻ തുടങ്ങണം. അങ്ങനെ കവിഞ്ഞൊഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാ മറ്റുള്ളവർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയും. നമുക്കറിയാം, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എന്താ സംഭവിച്ചത്? ദൈവം ആഗ്രഹിച്ചത് സംഭവിച്ചു. ഇതാ പത്രോസ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച് 3000 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഒരേ സമയത്ത്. അവരൊരു കൂട്ടായ്മയായി മാറി. വീണ്ടും അപ്പോസ്തലൻ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10:44 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇതാ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വിജാതികളുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾ വഴി ഇതാ കൂട്ടായ്മ ശക്തിപ്പെടുകയും വളരുകയും ഇതാ വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതമെന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇതാ ആദാമാകുന്ന മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ദൈവാത്മാവ് നിറഞ്ഞു വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു ശൂന്യത അനുഭവപ്പെട്ടു. എന്താണ്? ഇത് പങ്കുവെക്കാൻ ആരുമില്ല. ദൈവം എനിക്ക് നൽകിയ എത്രയോ അധികം നന്മകൾ, എത്രയോ കഴിവുകൾ, എന്തുമാത്രം ദൈവികമായ കൃപകൾ എന്നിൽ ദൈവം നിറച്ചിരിക്കുന്നു, അതിനെക്കുറിച്ച് അവബോധമാണ് ഉണ്ടായി. ഇത് എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതെനിക്ക് ചുറ്റുപാടുകൾക്ക് വേണ്ടി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ വേണ്ടി ദൈവം തന്നതാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടായി. ദൈവമേ, ഞാൻ ഏകനാണല്ലോ, എനിക്ക് ഒരു കൂട്ടായ്മ വേണം, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ധ്യാനങ്ങൾ കൂടി പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നിറയുന്ന വ്യക്തി നേരെ വീട്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങും, ഒരു കൂട്ടായ്മ ഉണ്ടാകണം, 1-2 പേരെ കൂട്ടിയിരുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ കൂട്ടായ്മ അനുഭവത്തിലേക്ക് വളരണമെന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഒന്ന് പങ്കുവെക്കുന്ന ശുശ്രൂഷ, കൈ കിട്ടുന്ന പണമാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി, തനിക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രാർത്ഥനാ വരം മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പല മനുഷ്യരും തയ്യാറാകുന്നത് പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ളൊരു കാര്യം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഉള്ളിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ഒരു ദാഹം ഉണ്ടാകാൻ തുടങ്ങി. പങ്കുവെക്കണം. ആ ദാഹം ഉള്ളിൽ ജനിപ്പിച്ചത് ദൈവമാണ്. ആ ദാഹം ഉള്ളിൽ ജനിപ്പിച്ച് അവനവങ്ങനെ ഏകനായിരുന്നു. അവൻ്റെ ഉള്ളിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയരാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ
ഏകനായിരിക്കുന്നത് നന്നല്ല. എന്താ കുഴപ്പം? ഇതാ ഇവനൊരു കൂട്ടായ്മയായി തീരുമ്പോൾ ഇവന് കിട്ടിയ ദൈവസ്നേഹം പങ്കുവെക്കാൻ തുടങ്ങും. പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ വളരാൻ തുടങ്ങും. എങ്ങോട്ട് വളരും? ദൈവത്വത്തിലേക്ക് വളരാൻ തുടങ്ങും. അവൻ ദൈവത്തെ പോലെ ആയി തീരാൻ തുടങ്ങും. അതോടുകൂടി അവന് ലഭിച്ചിരിക്കുന്നതെല്ലാം അവൻ തൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കും. ജീവിത പങ്കാളി അത് ലഭിച്ച് ആരെ പോലെ ആയി തീരും? ദൈവ സ്വഭാവമുള്ള വ്യക്തിയായി തീരും. അങ്ങനെ ഭാര്യയും ഭർത്താവും ദൈവ സ്വഭാവമുള്ള വ്യക്തി. ഭാര്യയും ഭർത്താവും ദൈവ സ്വഭാവമുള്ള വ്യക്തിയായി തീർന്നാൽ പിന്നെ അവർ രണ്ടുപേരും കൂടെ പങ്കുവെച്ച് കഴിഞ്ഞാൽ അടുത്തത് സംഭവിക്കാൻ പോകുന്ന എന്താണ്? കുഞ്ഞാരായി തീരും? ഉണ്ടാകാൻ പോകുന്ന കൊച്ച് ദൈവസ്നേഹത്തിൻ്റെ നിറവുള്ളവൻ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലുണ്ടായാൽ അവൻ ആരെ പോലെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു കുഞ്ഞാണോ, കൃപയിലാണോ കുഞ്ഞ് ജനിച്ചത്, ആ കുഞ്ഞ് യേശു കുഞ്ഞിനെ പോലെ ഇരിക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു മനുഷ്യനായി ജനിച്ച ശേഷം, ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ശേഷം വളർന്ന് ഇനി അവൻ മരിക്കേണ്ടത് എങ്ങനെയാണെന്നും വേദപുസ്തകം കാണിച്ചു തന്നു. നമുക്ക് യേശുവിൻ്റെ ജീവിതം കാണിച്ചു തന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ബലിയായി തീരണം. അതുകൊണ്ട് അവസാനിക്കരുത്, മറിച്ച് ആ കത്തിത്തീർന്ന ജീവിതം കൊണ്ട് മറ്റനേകം പേര് ആളിക്കത്താൻ തുടങ്ങണം. അങ്ങനെ ക്രിസ്തു ഇതാ വലിയൊരു ശരീരമായി തീർന്നു. അതാണ് സഭ. അതുകൊണ്ടാണല്ലോ യേശുവും സഭയും തമ്മിലുള്ള ഒരു കൂട്ടായ്മയെ നമ്മളൊരു വിവാഹ ജീവിതത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ് കാണുന്നത്. ഒരു കുടുംബജീവിതം പോലെയാണ് കാണുന്നത്, ഒന്നായി തീർന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിട്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ കൂദാശകളിലൂടെ, വിവാഹ കൂദാശയിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു മണവാളനായ യേശുവും മണവാട്ടിയായ സഭയും തമ്മിൽ നടത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു വിവാഹ നിശ്ചയമായിട്ട് നമ്മളതിനെ കാണുന്നു. അതിനുവേണ്ടി ഇതാ സഭയ്ക്ക് മോതിരമായിട്ട് നൽകുന്നത് എന്താ? തിരുരക്തം മോതിരമായിട്ട് നൽകുക എന്ന് പറഞ്ഞാൽ സ്വന്തം മാംസരക്തം ഇതാ മോതിരമായിട്ട്, ഒരു ഉടമ്പടിയായിട്ട്, ഒരു അച്ചാരമായിട്ട് നൽകുകയാണ്. നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നതിൻ്റെ തെളിവായി എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിനക്ക് ഞാൻ മോതിരമായിട്ട് നൽകുകയാണ് സഭയ്ക്ക്. സഭ എന്താ ചെയ്തത്? തൻ്റെ ജീവിതായുസ് മുഴുവനും യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്ന് അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി നോക്കി കാത്തിരുന്ന്, ഒരു മണവാട്ടി വിവാഹം നടക്കുന്നത് വരെ മണവാളനെ പ്രതീക്ഷിച്ച് സ്വപ്നങ്ങൾ കണ്ട്, മണവാളനിൽ കൂടെ തൻ്റെ ജീവിതം സ്വപ്നം കണ്ട് പണിതുയർത്തിക്കൊണ്ട് ഇതാ കാത്തിരിക്കുന്ന കൂട്ടായ്മ. അതല്ലേ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മനസ്സ്? അങ്ങനല്ലേ? അതുതന്നെയാണ് സഭയുടെ മനസ്സ്. യേശുക്രിസ്തുവിനെ ദർശനം കണ്ട്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം ദർശനം കണ്ട്, ആ ജീവിതത്തിലേക്ക് വളരാനുള്ള വലിയ ആഗ്രഹവുമായിട്ട് സഭ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയിലും എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് എന്തായിരിക്കണം? അവൻ ആത്മാവുള്ളവനാണെങ്കിൽ, കൃപയിൽ നിറഞ്ഞവനാണെങ്കിൽ അവൻ്റെ ഉള്ളു മുഴുവൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ആ ജീവിതം എന്നിലൂടെ നിറവേറപ്പെടണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതാണ് ആത്മാവ് വന്നതിൻ്റെ, അഭിഷേകം വന്നതിൻ്റെ യഥാർത്ഥ അടയാളം. അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ആ വിളിയുടെ ഒരു പാർട്ടാണ് കുടുംബജീവിതം. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ കൃപയുള്ള ഒരു കുടുംബജീവിതമാണെങ്കിൽ ആ വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരിക്കണം? ഈ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഇവിടെ ആവർത്തിക്കപ്പെടണം, യേശുവിൻ്റെ ബലി ഇവിടെ ആവർത്തിക്കപ്പെടണം, യേശുവിൻ്റെ സ്നേഹം ഇവിടെ ആവർത്തിക്കപ്പെടണം. അങ്ങനെ യേശുവിലേക്ക് എൻ്റെ ജീവിതം വളരണം, എൻ്റെ കുടുംബജീവിതം വളരണം, എൻ്റെ മക്കൾ വളരണം, തലമുറ വളരണം. ഇതായിരിക്കും ഒരു യഥാർത്ഥ ക്രൈസ്തവ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം. ഇന്ന് ആഗ്രഹങ്ങളെല്ലാം പോയിട്ട് എനിക്കൊരു കാറ് മേടിക്കണം, എനിക്കെങ്ങനെയെങ്കിലും അയലോക്കംകാരെ പോലെ 2 നില വീട് വേണം, അതുപോലെ മറ്റൊത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും UK പോകണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം, വിസ ശരിയാകണം, ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഭാര്യയെ കിട്ടണം. ഇങ്ങനെ അവരുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ വേറെ തലത്തിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല പലരും കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളെ മുഴുവനും പരിശുദ്ധാത്മാവ് നെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മയിൽ
ആ പദ്ധതികളെ മുഴുവനും തകർത്തുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും പിന്നാലെ നടന്ന് അതിനുവേണ്ടി അവനവൻ നെയ്തെടുക്കുന്ന ഒരു കൂട്ടായ്മയായി ഇന്ന് കുടുംബജീവിതം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുടുംബജീവിതം തകരുന്നത്. മനുഷ്യൻ നെയ്തെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നെയ്തെടുക്കുന്നതെല്ലാം ഗ്രാജുവലി നശ്വരമാണ്, അതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബജീവിതങ്ങളും ആരംഭിച്ച് കല്യാണം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അത് തകരാൻ തുടങ്ങുകയാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ തകർച്ച ആരംഭിക്കും. പിന്നെ ക്രമേണ തകർന്നടിഞ്ഞ് ഇല്ലാതായിത്തീരും. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ദൈവാത്മാവില്ലാത്ത, കൃപയില്ലാത്ത, പാപമംഗലമായ ജീവിതത്തിലേക്ക് എടുത്തുചാടുന്ന, പാപം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് തകർന്നുപോയ, കൃപ നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തിൻ്റെ ബാക്കി പത്രമാണെന്ന് നമ്മളാരും മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിൽ നല്ല ശതമാനം പേരും കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാനാണ്. അഥവാ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ നിറച്ച് സ്നേഹത്തിൻ്റെ നിറവുള്ള വ്യക്തിയാക്കി തീർക്കാനാണ്. ഒന്നാമത് തിരിച്ചറിയണം. ഇനി ദൈവസ്നേഹം നിറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ദൈവസ്നേഹം കവിഞ്ഞൊഴുകിയിട്ട് വേണം എൻ്റെ ജീവിത പങ്കാളി ദൈവസ്നേഹം കൊണ്ട് നിറയാൻ. എൻ്റെ ജീവിത പങ്കാളി ദൈവസ്നേഹത്തിൽ നിറഞ്ഞവളാണെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് ഞങ്ങളെടുക്കുന്ന ആ സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് വേണം ഞങ്ങൾക്ക് സന്താനങ്ങളുണ്ടാകാൻ. ആ സന്താനങ്ങളെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹത്തിൽ വളർത്തി വലുതാക്കി ഈ സഭയ്ക്ക് കൊടുത്തിട്ട് വേണം ഞാൻ കണ്ണടയ്ക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണം. പ്രിയമുള്ളവരെ, ഇത് പലരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് പകരം ലോകം സമ്മാനിച്ച ദർശനങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. ഇത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ഏദൻ തോട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദൈവം തൻ്റെ ആത്മാവിനെ ആദാമിന് കൊടുത്തു. ആ അഭിഷേകം അവൻ്റെ ഉള്ളൊരു ദാഹം ഉണ്ടാക്കി. അവൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ ദൈവം അവന് ചേർന്ന ഒരു തുണയെ നൽകി. ആരെയാ നൽകിയത്? ഒരു ചേർന്ന തുണയെ നൽകി. ഈ ചേർന്ന തുണയെ നൽകി എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടയാളെ നൽകി എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതല്ല സംഭവം. ചേർന്ന തുണയെന്ന് പറയും. എന്തിനു ചേർന്ന തുണയാണ്? നിന്നെ വളർത്തി ദൈവത്വത്തിൽ കൊണ്ടെത്തിക്കാൻ, ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ കൊണ്ടെത്തിരിക്കാൻ, ഒരു ദൈവത്തിൻ്റെ മകനാക്കി നിന്നെ മാറ്റാൻ, സമ്പൂർണമായ ദൈവ സ്വഭാവമുള്ളൊരു വ്യക്തിയാക്കി തീർക്കാൻ പറ്റിയ ഒരു പങ്കാളിയെ നിനക്ക് ഞാൻ നൽകും. ഇതതിനർത്ഥം. നിനക്ക് അതിന് പറ്റിയൊരു പങ്കാളിയെ നൽകും. ആദാമിന് ദൈവം ഒരു പങ്കാളിയെ കൊടുത്തു, ഹൗവ. ആദാം കണ്ണു തുറന്ന് നോക്കുമ്പോൾ അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ ഇത് നടന്നത്. അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ അസ്ഥി ഊരിയെടുത്ത് ഒരു ജീവിത പങ്കാളിയെ നിർമ്മിച്ച് അവന് കൊടുക്കുകയാണ്. അവന് കൊടുത്ത് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ആദ്യമായിട്ടാണ് ആദാം ആരെ കാണുന്നത്? സ്ത്രീയെ കാണുന്നത്. നമുക്കറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യവും വൈരുദ്ധ്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഒരു പുരുഷൻ, നമുക്കറിയാം, നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കി, ഒരു പുരുഷൻ എന്നതിൽ കണ്ണാടിയിലേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന പലതും വൈരുദ്ധ്യങ്ങളല്ല, മറിച്ച് നമുക്ക് പറ്റിയതെല്ലാം നമ്മുടെ കണ്ണാടിയിൽ കാണാൻ സാധിക്കും. ഒരു പുരുഷൻ നോക്കുമ്പോൾ മീശ, എനിക്ക് മീശയുണ്ട്, കണ്ണാടിയിലുള്ള ആൾക്ക് മീശയുണ്ട്. എൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ കണ്ണാടിയിലുള്ള ആളുടെ മുഖം. ഇതുപോലെ ഒരു ജീവിതത്തിലൊരു കണ്ണാടി വെച്ച് നോക്കിയാൽ നമ്മുടെ കഴിവുകളെല്ലാം അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആരെയായിരിക്കും? എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ ടേസ്റ്റുകൾക്കും അനുസരിച്ചുള്ള ഒരാളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്കൊരു പ്രത്യേകതയുള്ള, ഞാൻ വളരെ സ്പീഡിലല്ല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ സ്പീഡുള്ള ആളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്ടങ്ങൾ എനിക്കുണ്ട്. ഈ ഇഷ്ടങ്ങളൊന്നും നിറവേറ്റപ്പെടുകയില്ല. ഒരു പുരുഷൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയെ കൊടുത്തപ്പോൾ ആ പുരുഷനുള്ള മിക്കവാറും കഴിവുകളൊന്നും ആർക്കില്ലായിരുന്നു? സ്ത്രീക്കില്ലായിരുന്നു. കർത്താവ് പറഞ്ഞ് ചേർന്ന തുണയെ നൽകും.
ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും സൈക്കോളജി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പുരുഷൻ്റെ മാനസികാവസ്ഥയല്ല സ്ത്രീയുടെ മാനസികാവസ്ഥ, സ്ത്രീയുടെ മാനസികാവസ്ഥയല്ല പുരുഷൻ്റെ മാനസികാവസ്ഥ. നമ്മളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കി, ഇതാ ഭക്തി ആർക്കാണ് കൂടുതൽ, സ്ത്രീക്കാണോ പുരുഷനാണ്? ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്തി ആർക്കാണ് കൂടുതൽ? ഇവിടെ ഇപ്പോൾ ധ്യാനത്തിന് പുരുഷന്മാരാണ് കൂടുതൽ. എന്നാൽ സാധാരണ കേസിൽ അങ്ങനെയല്ല, സ്ത്രീകളായിരിക്കും അങ്ങേയറ്റം വരെ ഇരിക്കുന്നത്, പുരുഷന്മാർ വളരെ കുറച്ചു. അങ്ങനെയാണ് സാധാരണ ധ്യാനത്തിന് സംഭവിക്കുക. എന്നാൽ ഇപ്പോൾ പുരുഷന്മാരാണ് ഈ ധ്യാനത്തിന് കൂടുതൽ. അപ്പോൾ സ്ത്രീക്കാണ് കൂടുതൽ ഭക്തി. പള്ളികളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആരാ? സ്ത്രീകളാണ്. ഭക്തി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ അവരാണ് എല്ലാ കാര്യത്തിലും മുമ്പന്തിയിൽ നിൽക്കുന്നത്. നേർച്ചയിടാൻ പോകുമ്പോഴും നേർച്ച മേടിക്കാൻ പോകുമ്പോഴും കൈ മുത്താൻ പോകുമ്പോഴും ഒക്കെ അവരാണ് ബഹളം ഉണ്ടാക്കുന്നത്. പള്ളിയിലൊക്കെ ലൈൻ നിൽക്കുകയില്ല, ഇങ്ങനെ ഇടിച്ച് തള്ളി എല്ലാം വരുന്നതാണ്. ഭക്തിയുടെ ആ കൂടുതൽ കൊണ്ട്, ആധിക്യം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. പുരുഷന്മാരാണെങ്കിൽ എന്താണ്, കൈമുത്തുന്നേ മുത്ത്, ഇല്ലേ വേണ്ട എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു വരവൊക്കെ. അപ്പോൾ ഭക്തി കൂടുതൽ ആർക്കാ? സ്ത്രീകൾക്ക്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ കാര്യത്തിൽ ഒരു ഇച്ചിരി പിന്നോട്ടാണ്. ഇനി വേറെ എന്തെല്ലാം കഴിവുകളാണ് കൊടുത്തത്? സ്നേഹിക്കാനായിട്ടുള്ള കഴിവ്, പരിചരിക്കാനുള്ള കഴിവ് കൂടുതൽ ആർക്കാ? സ്ത്രീകൾക്കാണ്. എന്തെല്ലാം കഴിവുകളാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി പുരുഷൻ എന്തുമാത്രം ഇരുന്ന് പരിശ്രമിച്ചാലും ജീവിതായുസിൽ ഒരു പ്രസവിക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല. പ്രസവിച്ച കുഞ്ഞിനെ പാല് കൊടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? അല്ല, നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു. സാധിക്കുകയില്ല. താരാട്ട് പാടാൻ സാധിക്കുകയില്ല. കുഞ്ഞിന് ഇതാ ഒരമ്മ കൊടുക്കുന്നത് പോലെ ഒരു സ്നേഹചുംബനം കൊടുത്ത് മാറോടണച്ച് ആശ്വസിപ്പിച്ച് ആ കുഞ്ഞിനെ വളർത്താനുള്ള കഴിവൊന്നും ആർക്കില്ല? ഒരു പുരുഷനില്ല. അങ്ങനെ പുരുഷനില്ലാത്ത